സമയമുണ്ട്, 10,000 രൂപയ്ക്ക് എടുക്കുന്ന സമയമുണ്ട്. ഓരോ തൊഴിലിനും ഓരോ സമയത്തിന് ഒരേ റേറ്റ് കൊടുത്താണ് മണ്ണെണ്ണ എടുക്കുന്നത്. പെട്രോളും മണ്ണെണ്ണ എടുത്തിട്ട് 50,000, 60,000, 1,00,000 രൂപ വരെ ഇവിടെ ഒരു ദിവസത്തിൽ കടം വന്നിട്ടുണ്ട്. തീരമില്ല, വലിയോറയ്ക്ക് ഏതൊരു തീരവുമില്ല. പക്ഷെ ഇത്രയും തീരം നശിച്ചു പോകുന്ന കാരണങ്ങള് ഇവര് ഓരോ കണ്ടുപിടുത്തങ്ങൾ. ഇപ്പൊ കടലിൽ ഇപ്പൊ എന്താണ് കടൽ ബിറ്റ് എന്ന് പറഞ്ഞ് കുറെ കല്ലിട്ട് തന്നിട്ടുണ്ട്. ഈ കല്ലിട്ടിട്ട് എന്താണ് ഞങ്ങളെ ഇവിടെ രക്ഷപ്പെടുത്തുന്നത് ആരാണ്? ഇവിടെ ആരുമേ ഇല്ല. പല അവസരങ്ങളിലും പല രീതികളിലും ഇവര് വന്ന് പിന്നെ വീഡിയോക്കാര് വന്ന് ചാനലുകാര് വന്ന് ഓരോ ആവശ്യങ്ങൾ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കാൻ നമുക്ക് പറയാന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, ലക്ഷ്യം. നമ്മുടെ കാര്യത്തോളം സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും കാര്യത്തോളം സംസാരിച്ചിട്ട് വലിയോറ തീരത്തേക്ക് യാതൊരു മുന്നടനയും ഇവിടെ ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമ്മുടെ സഹോദരൻ സംസാരിച്ചതുപോലെ മാറി മാറി ഭരണങ്ങൾ വരുന്നുണ്ട്. വലിയോറ തീരത്തിലേക്ക് വലിയതരമുള്ള ജനങ്ങൾക്ക് യാതൊരു ആനുകൂല്യവും ഇവിടെ ചെയ്യുന്നില്ല. ഇതാണ് മെയിൻ പ്രശ്നം. ഇതാണ് ഇവിടെ പല അവസരത്തില് പല വർഷങ്ങളോളം കൊണ്ട് ഇവിടെ ഒരു മിനി ഹാർബറിലേക്ക് നമ്മള് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അത് നടന്നിട്ടില്ല. ഇവിടെ ഒരു 2 മുട്ടിയടിക്കാൻ വേണ്ടി അവര് ശ്രമിച്ചു. വീടാന്തോറും ഓരോരുത്തരുടെ പേര്, ആധാറിന്റെ ഫോട്ടോസ്റ്റാറ്റ്, ഒപ്പ്, ഇത് എല്ലാം വാങ്ങിയിട്ട് പോയിട്ടും ഇവിടെ ഇന്ന് വരെയും ആ മുട്ടി എന്ന് പറയുന്ന സാധനം ഞങ്ങൾ കണ്ടിട്ടില്ല. താൽക്കാലികമായിട്ട് ഇവിടെയുള്ള ഇപ്പൊ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിലാണ് ഇവിടെ ഇപ്പൊ ഉപകരണങ്ങൾ കിടക്കുന്നത്. കോടികൾ എടുത്ത് നോക്കിയാൽ ഇതിന്റെ പിന്നെ സിറ്റുവേഷൻ എടുത്ത് അന്വേഷിച്ചിരുന്നാലും കോടിക്കണക്കിലാണ് ഇവിടെ ഉപകരണങ്ങൾ കിടക്കുന്നത്. ഈ കോടിക്കണക്കിൽ ഉപകരണം ഇട്ടിട്ട് ഈ തീരത്തേക്ക് തീരമില്ലാതെ ഞങ്ങൾ കടലടി കൊണ്ട് മരിക്കുമ്പോൾ ഇവിടെ ആരാണ് ഞങ്ങൾക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു താവളം തരുന്നത്? ഒരുപാട് വീടുകൾ വരെ നഷ്ടപ്പെടുന്ന സാഹചര്യം, ഒരുപാട് വീട് നഷ്ടപ്പെട്ടു. അതായത് ഇപ്പോഴും സ്കൂളുകളിൽ താമസിക്കുന്ന, തെരുവുകളിൽ താമസിക്കുന്ന ജനങ്ങളിൽ തന്നെ ഇവിടെ നിന്ന് വീട് പോയവരുണ്ട്. അവർക്ക് ആർക്കും ഇന്ന് വരെ വീട് കിട്ടിയിട്ടില്ല. പക്ഷെ വീട് വച്ചിട്ടിരിക്കുന്നെന്ന് പറയുന്നു. ചേട്ടാ പേര്? എന്റെ പേര് ജോർജ് ആണ്. ജോർജ്, ഓക്കെ, ഒരുപാട് സന്തോഷം സംസാരിച്ചതിന്.